അങ്ങനെ വിടാമുയർച്ചി കണ്ടു. അപ്പോൾ അതിൻ്റെ അഭിപ്രായം പറയാനാണ് വന്നേക്കണേ. ബേസിക്കലി ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ ഇത് പടം വീക്ക് ഡേയിൽ ഇറങ്ങിയതുകൊണ്ട് അതിനുള്ളൊരു ഗ്യാപ്പും സമയവും കിട്ടിയില്ല. അതുകൊണ്ട് നൈസായിട്ട് ഇവിടെ തന്നെ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തു അങ്ങോട്ട്. എനിവേ, പടം ഓവറോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഒരു വൺ ടൈം വാച്ച് മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കുറച്ചൊക്കെ ലാഗ് ചെയ്യുന്ന ഒരു, ഞാൻ കേട്ടായിരുന്നു ഹോളിവുഡ് മൂവിയുടെ റീമേക്ക് ആണെന്നൊക്കെ. സോ ഹോളിവുഡ് മൂവിയുടെ സ്റ്റോറി പ്ലോട്ടിൽ ഇവർ കുറച്ചും കൂടെയൊക്കെ ആഡ് ചെയ്ത് വന്നപ്പോഴേക്കും ഒരു ലാഗൊക്കെ ഫീൽ ചെയ്യുന്ന അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് മൂവിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഓവറോൾ. പിന്നെ ഞങ്ങൾ ഒരു ലേറ്റ് നൈറ്റ് ഷോയ്ക്കും കൂടിയാണ് പോയത്. അപ്പോൾ അതിൻ്റെയും കൂടിയാണെന്ന് അറിയില്ല, എക്സ്ട്രാ ലാഗും ഒരു ബോറടിയും ഒക്കെ നമുക്ക് ഫീൽ ചെയ്തായിരുന്നു. സോ മേ ബി അത്രയും ലേറ്റ് ആയിട്ട് പോകാൻ നിൽക്കണ്ട, നേരത്തെ ഇച്ചിരി ഉള്ള വല്ല ഷോയ്ക്ക് പോയാൽ ചിലപ്പോൾ അത്രയും ബോറടി എങ്ങനെയും ഫീൽ ചെയ്യില്ലായിരിക്കും. നമുക്ക് നെക്സ്റ്റ് ഡേ പണിയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. എനിവേ, പടം എനിക്ക് ഫസ്റ്റ് എന്നെ ഓർമ്മ വരുന്നത് അതിൻ്റെ മ്യൂസിക്കാണ്. സംഭവം ഇങ്ങനെ കിടുങ്ങി നിൽക്കുകയാണ്. ആ പടത്തിൻ്റെ ഒരു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞോടുകൂടി ഈ ആ വിടാമുയർച്ചി തീം മ്യൂസിക് തന്നെ, ആ സാധനം നോൺ സ്റ്റോപ്പ് ഇങ്ങനെ ടേണേണേ ടേണേണേ എന്നുകൊണ്ട് അടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പടം കഴിഞ്ഞിട്ട് കുറേ നേരത്തേക്കും പിന്നെ ദേ ഇന്നിപ്പോൾ ഈ ഷൂട്ട് ചെയ്യണ വരെയും ചെവിയിൽ അത് തന്നെയാണ് ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഫസ്റ്റ് എടുത്ത് പറയേണ്ടത് അതാണ്. ഐ മീൻ മച്ചാൻ്റെ മ്യൂസിക് ഓവറോൾ നൈസാണ്, പക്ഷേ ആ തീം സാധനം അങ്ങോട്ട് ഓവർ യൂസ് ചെയ്തു അവസാനം ഒരു സെക്കൻഡ് ഹാഫിൻ്റെ ഓടുകൂടി ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ഇങ്ങനെ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ പോസ് എന്തെങ്കിലും സീൻ വരും, പിന്നെ വീണ്ടും ഇങ്ങനെ ബാക്ക് ടു ബാക്ക്, ആ ഒരു സെറ്റപ്പായിരുന്നു. അപ്പോൾ അത് ഒരു മെയിൻ സംഭവമായിട്ട് എനിക്ക് പറയണമെന്ന് തോന്നി. പടം ഓവറോൾ നോക്കുമ്പോൾ സിമ്പിൾ സ്റ്റോറി, ഒരു ഇവൻറ്റ് ബേസ്ഡ് കൈൻഡ് ഓഫ് സ്റ്റോറിയാണ്. അതിലോത്തോട്ട് കുറേ എലമെൻറ്റ്സ് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നൈസായിട്ട് ലൈക്ക് കോൺസെപ്റ്റ് വൈസ് ഇവർ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ നൈസാണ്. ഇവർ ഒരു കപ്പിളിൻ്റെ മറ്റേ ജേണി, അവരുടെ ലൈഫിൽ എന്തൊക്കെയാണ് ചാലഞ്ചസ്, പിന്നെ വില്ലന്മാർക്ക് ഒരു ചെറിയ ബാക്ക് സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ആഡ് ചെയ്തതൊക്കെ നൈസായിരുന്നു, പക്ഷേ ഒന്നും അങ്ങോട്ട് കൺവിൻസിങ് അത്രയ്ക്ക് അങ്ങോട്ട് ആയില്ല എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഐ അപ്രീഷിയേറ്റ് ദി എഫേർട്ട് ടു ആഡ് ഇൻ ഇങ്ങനത്തെ കുറേ എക്സ്ട്രാ എലമെൻസും ദാറ്റ് ടു കുറേ നൈസ് സീൻസ് ഉണ്ട് ആക്ച്വലി, നൈസ് കോൺസെപ്റ്റ്സ് ആൻഡ് നൈസ് സീൻസ്. പക്ഷേ ഓവറോൾ വന്നപ്പോൾ ഒരു സിങ്കായില്ല. അപ്പോൾ ബേസിക്കലി എനിക്ക് തോന്നുന്ന ഒരു സ്ക്രീൻ പ്ലേയിൽ അവർക്ക് കുറച്ചും കൂടെ ഒന്ന് പ്ലേ അറൗണ്ട് ചെയ്ത് കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് സെറ്റ് ചെയ്യണമായിരുന്നു. അതിൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു പേസിങ്ങിൻ്റെ ഒരു സിനിമ എന്ന്. മെയിനായിട്ട് നമ്മൾ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നുന്നത് അജിത്തണ്ണൻ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് നോൺ സ്റ്റോപ്പ്. അപ്പോൾ നമ്മൾ കുറേ നേരം കഴിഞ്ഞിട്ട് ഇത് ഓടിക്കുന്നത് തന്നെയാണല്ലോ, ഇവിടുന്ന് അങ്ങോട്ട് ഓടിക്കും, ഇവിടുന്ന് ഇങ്ങോട്ട് ഓടിക്കും. സംഭവം നമുക്കറിയാം ബ്രോ നല്ല ഡ്രൈവിങ്ങും സംഭവങ്ങളും സ്റ്റണ്ടും സംഭവമൊക്കെ ചെയ്യുന്നതൊക്കെ. പക്ഷേ ഇത് കുറേ അത് നമ്മൾ ഈ നേരത്തെ മ്യൂസിക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ കുറേ ഓവർ യൂസ് ചെയ്ത പോലെ അതിലും കുറേ തോന്നി. എടുത്ത് പറയാനായിട്ട് സ്റ്റണ്ട്സൊക്കെ നൈസായിട്ടുണ്ട്. കുറേ മറ്റേ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് സീൻസാണ് അവർ പിടിച്ചേക്കണത്. പക്ഷേ അതിൽ എനിക്ക് ഒന്നും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് തോന്നിയില്ല, എല്ലാം ഇങ്ങനെ റെഗുലറാണ്. പിന്നെ അവസാനമൊക്കെ കുറച്ചങ്ങോട്ട് സ്റ്റണ്ട് അടക്കം കുറച്ച് വലിപ്പിച്ച പോലെ തോന്നി. നമുക്ക് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് പെട്ടെന്ന് തീർക്കുകയായിരുന്നെങ്കിൽ എന്നുള്ളൊരു തോന്നൽ ഇടയ്ക്കൊക്കെ വരും. പിന്നെ ഒന്ന് രണ്ട് ഫൈറ്റ് സീൻസ് ഇങ്ങനെ ഒരു വീട്ടിൽ സംഭവിക്കുന്ന ഫൈറ്റ് സീൻസും അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങൾ ഇവർ ഇടയ്ക്ക് കോമഡിയൊക്കെ ആക്കിയിട്ടുണ്ട്. എനിക്ക് മനസ്സിലായില്ല ഇത് ഇവർ ആക്ച്വലി കോമഡിയാണോ ഉദ്ദേശിച്ചത് അതോ സീരിയസ് ആയിട്ട് ചെയ്തപ്പോൾ കോമഡിയായി പോയതാണോന്നും മനസ്സിലായില്ല. അതൊക്കെ ഒരു ഇച്ചിരി ഒരു സുഖമില്ലാത്ത പരിപാടിയായി പോയി. പിന്നെ അത് സ്പോയിലറല്ല, ഒരു നൈസ് സീനാണ് സംഭവം. ഒരു കാറിൻ്റെ അകത്തെ ഒരു സ്റ്റണ്ട് ഉണ്ട്, അത് ഇവർ ഷൂട്ട് ചെയ്തൊക്കെ നൈസായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇൻസ്റ്റൻറ്റ് കമ്പാരിസൺ വന്നത് തല്ലുമാല സീനായിട്ടാണ്. തല്ലുമാലയിലൊരു ഇൻസൈഡ് ദ കാർ മറ്റേ ഫൈറ്റ് സീൻസ് ഉണ്ടല്ലോ, അതായത് ഇൻസ്റ്റൻറ്റ് കമ്പാരിസൺ ഇവർ കുറേ ടെക്നിക്കലി ഒക്കെ നൈസായിട്ടാണ് ചെയ്തേക്കണേ. കുറേ ആഡഡ് എലമെൻറ്റ്സ് ഉണ്ട് തല്ലുമാലയേക്കാളും. പക്ഷേ എനിക്ക് ഓവറോൾ ഇമ്പ്രസീവായിട്ട് തോന്നിയത് വെൻ യു കമ്പയർ ഇറ്റ്, തല്ലുമാല സീനാണ് എനിക്ക് ഓവറോൾ ഇമ്പ്രസീവായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ പെർഫോമൻസസ് നോക്കിക്കഴിഞ്ഞാലും എല്ലാവരും നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ആരും അങ്ങനെ ഭയങ്കര ഒരു സ്റ്റാൻഡ് ഔട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. അജിത്തണ്ണൻ സ്ഥിരം സ്വാഗും പരിപാടിയൊക്കെ ആയിട്ട്, പിന്നെ ചില സീൻസൊക്കെ മച്ചാൻ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഇമോഷണലും അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ജസ്റ്റ് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനൊക്കെ മച്ചാൻ കുറച്ച് നൈസായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. തൃഷ, അർജുൻ, റജീന, കസാൻഡ്ര എല്ലാവരും ഒരു നോർമൽ ലെവൽ. വില്ലന്മാർ കുറച്ച് പയ്യന്മാരുണ്ട്, അവരൊക്കെ ഓക്കെ, എല്ലാവരും ഒരു നോർമൽ ലെവൽ നൈസ് ആ ഒരു ലെവലിലായിരുന്നു. എനിക്ക് പിന്നെയും തോന്നിയത് കുറച്ചും കൂടിയൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു. റജീന കസാൻഡ്രയുടെ ഒരു ക്യാരക്ടറിന് കുറച്ചും കൂടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു എനിക്ക് തോന്നി. പക്ഷേ അറ്റ് ദ സെയിം ടൈം ക്യാരക്ടർ അവരത്ര അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും. കാരണം എനിക്ക് റജീന കസാൻഡ്രേനെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരിയുടെ പെർഫോമൻസൊക്കെ കുറേ പടങ്ങളിൽ ഞാൻ നോട്ടീസ് ചെയ്യാറില്ല. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടായിരുന്ന പുള്ളിക്കാരിക്കായിരുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം അതിന് മാത്രം എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാന്ന് തോന്നി.
ബട്ട് യാ ഓവറോൾ പെർഫോമൻസസ് ഒക്കെ എല്ലാവരും നൈസ്, എല്ലാവരും വേണ്ടത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പടത്തിന് ടെക്നിക്കൽ സൈഡ് നോക്കിയാലും എല്ലാം അടിപൊളിയാണ്. വിഷ്വൽസൊക്കെ നൈസായിട്ട് ആ ഒരു ലാൻഡ്സ്കേപ്പിനെയൊക്കെ കവർ ചെയ്യുന്ന ലെവലിൽ നൈസായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അറ്റ് ദ സെയിം ടൈം ഫ്ലാഷ് ബാക്ക് സീൻസ് വരുമ്പോൾ വേറൊരു ടൈപ്പ് കളർ ടോണും, ഇപ്പോൾ വിഷ്വൽസിന് നമ്മളിങ്ങനെ ആക്ഷൻ സീക്വൻസൊക്കെ വരുമ്പോൾ അതിനെ നൈസായിട്ട് അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓൺലി തിങ് എനിക്ക് തോന്നിയത് എഡിറ്റിങ് ചില സമയത്ത് എനിക്ക് സ്റ്റണ്ടൊക്കെ വരുമ്പോൾ ജംപ് കട്ടൊക്കെ, അത് എനിക്ക് എക്സാക്ട്ലി അറിയില്ല അത് അവർ ട്രൈ ചെയ്തതാണോ അതോ ചില സമയത്ത് നമുക്ക് പെട്ടെന്ന് എന്തൊക്കെയോ സംഭവിക്കണ പോലെയൊക്കെ തോന്നും. അത് ചില സമയത്ത് നൈസായിരുന്നു, അറ്റ് ദ സെയിം ടൈം ചില സമയത്ത് ഇച്ചിരി കൺഫ്യൂസിംഗ് ആയിട്ടും തോന്നും. അങ്ങനെ ഓവറോൾ ടെക്നിക്കലി സ്ട്രോങ് ആയിട്ടൊരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്കൊരു ചെറിയൊരു തോന്നൽ വന്നത്, ഇതിവരിപ്പോൾ അസർബൈജാനിൽ സ്റ്റോറി നടക്കുന്നതായിട്ട് വെച്ചതുപോലെ ഈവൻ നമ്മുടെ ഇവിടെ ഇപ്പോൾ രാജസ്ഥാനിൽ നടക്കാമെന്ന് പറഞ്ഞാലും അത്ര ഡിഫറെൻ്റ് ആയിട്ട്, ഐ മീൻ അവർക്കൊരു ഇൻ്റർനാഷണൽ ഇതുണ്ട്, ലൈക്ക് അവിടുത്തെ ലാൻഡ്സ്കേപ്പ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. പിന്നെ അവിടുത്തെ വണ്ടികൾ, അങ്ങനത്തെ ആൾക്കാരുടെ ഭാഷ അറിയാതുള്ള കുറച്ച് ബാക്ക് ആൻഡ് ഫോർത്ത് സീനുകളൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ അതും ബാക്ക് ആൻഡ് ഫോർത്ത് സീനുകളും കുറച്ച് ചില സമയത്തൊക്കെ ഭയങ്കരമായിട്ട് നീണ്ടുപോയ പോലെ എനിക്ക് തോന്നിയായിരുന്നു. ബട്ട് അറ്റ് സെയിം ടൈം അങ്ങനത്തെ കുറച്ച് അഡീഷണൽ എലമെൻറ്റ്സ് ഉണ്ടെന്നല്ലാതെ ഈ സ്റ്റോറി വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടൊരു രാജസ്ഥാനിലോ അല്ലെങ്കിൽ ഇങ്ങനെ ആളൊഴിഞ്ഞ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് വേണമെങ്കിൽ നൈസായിട്ട് പ്ലേസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നി. പക്ഷേ അറ്റ് സെയിം ടൈം ഓരോ ഇതാണല്ലോ പുതിയൊരു ലാൻഡ്സ്കേപ്പ് കാണിക്കുക, അങ്ങനത്തെ ഒരു ഐഡിയയിലായിരിക്കുള്ളൂ ഇവർ ചെയ്തത്. ഓവറോൾ അപ്പോൾ ഒരു വൺ ടൈം വാച്ച് ഡീസൻറ്റ് കണ്ടിരിക്കാവുന്ന ഒരു പടം. എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൈറ്റ് ടൈം ഷോ വേണമെങ്കിൽ ഒഴിവാക്കിയാൽ ചിലപ്പോൾ അത്ര ലാഗില്ലാത്ത പോലെ തോന്നുമായിരിക്കും. എന്തായാലും നിങ്ങൾ കാണുകയാണെങ്കിൽ കണ്ടിട്ട് അഭിപ്രായം എങ്ങനെയാണെന്ന് പറയാം. ഓക്കെ, ബൈ.